ശബരിമലയിൽ ഭക്തജനത്തിരക്ക് കുറയുന്നു. ഇന്ന് 35,000-ഓളം ഭക്തരാണ് ദർശനത്തിനായി എത്തിയത്. വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത. അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വലിയൊരു ഭക്തജനത്തിരക്ക് ഇന്നുണ്ടാകുമെന്നായിരുന്നു പോലീസും ദേവസ്വം ബോർഡും ഒക്കെ തന്നെ പ്രതീക്ഷിച്ചത്. എന്നാൽ ഇന്ന് പുലർച്ചെ നട തുറന്ന ആ സമയത്ത് വലിയ രീതിയിലുള്ള ഒരു ഭക്തജനത്തിരക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇപ്പോൾ തീർത്തും തിരക്ക് കുറയുന്ന ഒരു സാഹചര്യമാണ് ശബരിമല സന്നിധാനത്ത് ഉള്ളത്. എന്തായാലും ഞാൻ നിൽക്കുന്നത് ശബരിമലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടം നടപ്പന്തലിലാണ്. ഇവിടെയാണ് ആയിരക്കണക്കിന് തീർത്ഥാടകർ വരി നിൽക്കുന്നത്. ഈ നടപ്പന്തൽ പൂർണ്ണമായും കാലിയായിരിക്കുന്നു. ഒറ്റ വരിയിലൂടെ മാത്രം കടന്നു പോകാവുന്ന തീർത്ഥാടകർ മാത്രമാണ് ഈ ഒരു സന്നിധാനത്തേക്ക് ഇന്ന് എത്തിയിരിക്കുന്നത്. എന്തായാലും 70,000-ഓളം തീർത്ഥാടകർ ഇന്നും ശബരീശ ദർശനത്തിനായി ബുക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം വേറെയും. എന്തായാലും ഇന്ന് വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഉണ്ടാകുമെന്നായിരുന്നു കരുതുക. പക്ഷേ ഇതുവരെയും 30,000-ഓളം തീർത്ഥാടകർ മാത്രമാണ് നിലവിൽ ശബരിമലയിലേക്ക് ഇതുവരെ എത്തിയിരിക്കുന്നത്. വരും മണിക്കൂറുകൾ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസമൊക്കെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കായിരുന്നു സന്നിധാനത്ത് അനുഭവപ്പെട്ടിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 83,000-ത്തിലധികം തീർത്ഥാടകർ വരെ ഒരു ദിവസം സന്നിധാനത്തേക്ക് എത്തിയിരുന്നു. അത് വെള്ളിയാഴ്ചയായിരുന്നു ഏറ്റവും കൂടുതൽ. അതായത് ഈ മണ്ഡലകാലത്ത് ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെത്തിയ ഒരു ദിവസം അതായിരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക്, ഭക്തർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യമൊക്കെ തന്നെ വന്നിരുന്നു. പക്ഷേ ഇന്ന് തിരക്ക് പൂർണ്ണമായും ഒഴിവാക്കുകയാണ്. തിരക്ക് തീർത്തും കുറയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാലും വരും ദിവസങ്ങളും തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുക. അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ, പ്രത്യേകിച്ച് 12 വിളക്ക് കഴിയുന്ന ഒരു സമയം, ആ ഒരു സമയം മുതൽ തന്നെ വലിയ ഒരു ഭക്തജന പ്രവാഹം സന്നിധാനത്തേക്ക് ഉണ്ടാകും എന്നുള്ള ഒരു കണക്കുകൂട്ടലിൽ തന്നെയാണ് ദേവസ്വം ബോർഡും പോലീസും ഉള്ളത്. അതോടൊപ്പം തന്നെ ഭക്തർക്ക് വെള്ളം എത്തിക്കുന്നതിനടക്കമുള്ള ഒരു നടപടിക്രമങ്ങൾ, ലഘുഭക്ഷണങ്ങൾ എത്തിക്കുന്നതിനുള്ള നടപടികൾ, ഈ കാര്യങ്ങളൊക്കെ തന്നെ മുൻകൂട്ടി കഴിഞ്ഞ തവണ ഉണ്ടായ വീഴ്ചകളൊക്കെ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ക്രമീകരണങ്ങളാണ് നിലവിൽ ഒരുക്കുകയും ചെയ്തിരിക്കുന്നത്.